8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 5th ചാപ്റ്ററായ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് വൈവിധ്യം നിലനിൽപ്പിന് ആ ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഏറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്നും എക്കോളജി, ഫുഡ് ചെയിൻ അതൊക്കെ എന്താണെന്ന് പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയെന്ന് വെച്ചാൽ ട്രോപ്പിക് ലെവൽ പോഷണതലങ്ങളെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഓക്കെ, അതിന്റെ തുടർച്ച എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത എന്താണെന്ന് ഇതിലെ ഫസ്റ്റ് വീഡിയോ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. വിച്ച് ആർ ദ ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസ്. നമ്മൾ ഈ ട്രോപ്പിക് ലെവൽസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. എന്തായിരുന്നു ട്രോപ്പിക് ലെവൽസിൽ വരുന്നത്? ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ്. സെക്കൻഡ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ്, ഹെർബിവേഴ്സ് ആണ്. തേർഡ് ട്രോപ്പിക് ലെവല് കാർണിവേഴ്സ്, അത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് പറയുന്നത്. ഫോർത്ത് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് ടെറിട്ടറി കൺസ്യൂമേഴ്സ്, ദോസ് ഹു ഫീഡ് ഓൺ കാർണിവേഴ്സ് ടു, അത് ഫോർത്ത് ട്രോപ്പിക് ലെവൽ. ഇതിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ഒന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. രണ്ടാമത്തെ പോഷണതലം എന്ന് പറയുന്നത് സസ്യാഹാരികൾ. മൂന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത് മാംസാഹാരികൾ. നാലാമത്തെ പോഷണതലം മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ആർ ദ ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസ്? പ്ലാന്റ്സ് ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരുന്നതാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സ്. സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നതാണ് ഹെർബിവേഴ്സ് എന്ന് പറയുന്നത്, സെക്കൻഡ് ട്രോപ്പിക്കിൽ വരുന്നത്. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്, തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നതാണ്. അനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ കാർണിവേഴ്സ്. പ്രെഡറ്റേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഫോർത്ത് ട്രോപ്പിക് ലെവലിൽ വരുന്നതാണ്. ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണികൾക്കും പറയുന്ന പേരാണ് പോഷണതലം എന്ന് പറയുന്നത്. ഓക്കെ, സസ്യങ്ങൾ ഒന്നാമത്തെ പോഷണതലത്തിൽ വരുന്നു, സസ്യാഹാരികൾ രണ്ടാമത്തെ പോഷണതലത്തിൽ വരുന്നു, മാംസാഹാരികൾ മൂന്നാമത്തെ പോഷണതലത്തിൽ, മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവർ നാലാമത്തെ പോഷണതലത്തിൽ വരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ്, ഡസ് ദ സെയിം ഓർഗാനിസം ഓക്കുപ്പൈ മോർ ദാൻ ഓൺ ട്രോപ്പിക്കൽ ലെവൽ. ഒരേ ജീവി തന്നെ ഒന്നിൽ കൂടുതൽ പോഷണതലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ? നോക്കാം. The same organism will be involved in more than on tropic level. ഉണ്ടല്ലോ അല്ലെ, ഒരേ ജീവി തന്നെ ഒന്നിൽ കൂടുതൽ പോഷണതലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? സ്നേക്ക് ആൻഡ് ഈഗിൾ. ഇവിടെ പാമ്പും പരുന്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. They are included in the third and fourth tropic level. അവ എന്തോന്നാണ്? മൂന്നാമത്തെ നാലാമത്തെ പോഷണതലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത അതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് ദെയർ എനി പോസിബിലിറ്റി ഓഫ് എ ഫിഫ്ത്ത് ട്രോപ്പിക് ലെവൽ. അഞ്ചാമതൊരു പോഷണതലത്തിന് സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലേ? ഈസ് ദെയർ എനി പോസിബിലിറ്റി ഓഫ് ഫിഫ്ത്ത് ട്രോപ്പിക് ലെവൽ? ദെയർ ആർ ചാൻസസ് ഫോർ എ എക്സിസ്റ്റൻസ് ഓഫ് എ ഫിഫ്ത്ത് ട്രോപ്പിക് ലെവൽ ടു. അതായത് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. അഞ്ചെണ്ണമായല്ലോ. അഞ്ചാമത്തെ ട്രോപ്പിക് ലെവൽ ആയില്ലേ? ഏതൊക്കെ? അഞ്ചാമത് പോഷണതലത്തിനും സാധ്യതയുണ്ട്. നെൽച്ചെടി, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. നെൽച്ചെടി കഴിക്കുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ കഴിക്കുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ ഭക്ഷിക്കുന്ന പരുന്ത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഹൗ ഡസ് ദ എലിമിനേഷൻ ഓഫ് എ ഓർഗാനിസംസ് ഫോർ ദ ഹയർ ട്രോപ്പിക് ലെവൽ അഫക്ട് ദ എക്കോസിസ്റ്റം. പോഷണതലത്തിലെ ഉന്നത ശ്രേണിയിൽ ജീവികൾ ഇല്ലാതാകുന്നത് ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? ടൈഗർ ആൻഡ് ഈഗിൾ ഫോർ ദ ഹയർ ട്രോപ്പിക് ലെവൽ ഓഫ് ആൻ എക്കോസിസ്റ്റം. കടുവയും പരുന്തും എന്ന് പറയുന്നത് പോഷണതലത്തിലെ ഉന്നത ശ്രേണിയിൽ പെടുന്നതാണ്. They take only certain organism as their food. അവ ചില പ്രത്യേക ജീവികളെ മാത്രമാണ് ആഹാരമാക്കുന്നത്. They have a large habitat. They control the number of organisms that they eat. If they become extinct, the number of organisms in the lower tropic level will be increasing in its number of beyond a certain limit. അപ്പോൾ അവയുടെ ആവാസ
പരിധി വളരെ വിശാലമാണ്. അവ ആഹാരമാക്കുന്ന ജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നു. അവയ്ക്ക് നാശം സംഭവിച്ചാൽ താഴേക്കുള്ള പോഷണതലത്തിലെ എണ്ണം ആനുപാതികമായി വർദ്ധിക്കും. സസ്യഭോജികളുടെ എണ്ണം കൂടുന്നതിലൂടെ വൻതോതിൽ സസ്യങ്ങൾ നശിക്കപ്പെടും. അങ്ങനെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതയ്ക്ക് കോട്ടം വരും. അതുകൊണ്ട് ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഉന്നത ശ്രേണിയിലെ ജീവജാലങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ. മനസ്സിലായോ? If the number of herbivores become more, there will be large scale destruction of പ്ലാന്റ്സ്. ഇപ്പൊ ഹെർബിവേഴ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതെന്തോന്നായും പ്ലാന്റ്സിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മള് എൻവയോൺമെന്റ് പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് ഇല്ലാതായി മാറും. ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് പല ദോഷങ്ങളും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തോന്നാണ് ഈ ജീവജാലങ്ങളെ എല്ലാം സംരക്ഷിച്ചേ പറ്റൂ. ഹെൻസ് ദ സസ്റ്റൈൻസ് ഓഫ് ദ എക്കോസിസ്റ്റം, ദ ഓർഗാനിസം അറ്റ് ദ ഹയർ ട്രോപ്പിക് ലെവൽ ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ്. നമ്മൾ ഹയർ ട്രോപ്പിക് ലെവലിനെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാകൂ. ഓക്കെ, അടുത്ത് നോക്കുക. എക്സാമിൻ ദ ഫുഡ് ചെയിൻ ടേക്കൺ ഫ്രം ദ ഇലസ്ട്രേഷൻസ്. ഫുഡ് ചെയിൻ തന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഗ്രാസ്, റാബിറ്റ്, ഈഗിൾ. പുൽച്ചെടി, മുയൽ, പരുന്ത്. രണ്ടാമത് തന്നിരിക്കുക ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, കാലോട്സ്, ഈഗിൾ. പുൽച്ചെടി, പുൽച്ചാടി, ഓന്ത്, പരുന്ത്. മൂന്നാമത്തത് ഏതാണ്? ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. പുൽച്ചെടി, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. കണ്ടോ? അങ്ങനെ 3 ഫുഡ് ചെയിൻ ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ട്രോപ്പിക് ലെവൽസ് റെപ്രസെന്റഡ് ബൈ ദ ഈഗിൾ ഇൻ ദീസ് ഫുഡ് ചെയിൻ. ഈ ശൃംഖലകളിൽ പരുന്ത് പ്രതിനിധാനം ചെയ്യുന്ന പോഷണതലങ്ങൾ കണ്ടെത്താനാണ്. ഏതൊക്കെ പോഷണതലങ്ങളിലുണ്ട് പരുന്ത്? ഈ തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, അടുത്ത് ഫിഫ്ത്ത് ഉണ്ട്. തന്നല്ലോ. മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പോഷണതലങ്ങളാണ് ട്രോപ്പിക് ലെവൽസ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് levels. Find out the tropic levels represented by the eagles in those food chain. The number of tropic levels and position of organism in the tropic levels of ecosystem is not constant. It changes in accordance with the complexity and the length of the food chain. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ പോഷണതലങ്ങളുടെ എണ്ണവും പോഷണതലങ്ങളിലെ ജീവികളുടെ സ്ഥാനവും സ്ഥിരമല്ല. ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതയ്ക്കും ദൈർഘ്യത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് ഈഗിളിന്റെ കാര്യം നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും അല്ലെ? അതിന്റെ എന്തോന്നാണ് പോഷണതലം എന്ന് പറയുന്നത് സ്ഥിരമല്ല, അത് മാറിക്കൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, ദ പൊസിഷൻ ഓഫ് ഈഗിൾ കണ്ടോ? ആദ്യത്തേതിൽ മൂന്നാമത്തതിലാണ്, നാലാമത്തത്, അടുത്തതിൽ അഞ്ചാമത്തത്. 3, 4, 5 ആ രീതിക്കാണ് പരുന്ത് ഈ ആഹാര ശൃംഖലയെ കാണുന്നത് ഓരോ ട്രോപ്പിക് ലെവലിൽ. അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ. എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നോക്കുക. ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, ഡിയർ ആൻഡ് ടൈഗർ, മാംഗോ ട്രീ ആൻഡ് വാന്ത, പാഡി ആൻഡ് വീഡ്സ്, മാംഗോ ട്രീ ആൻഡ് ലോറന്തസ്. കണ്ട? പൂവും പൂമ്പാറ്റയും, മാനും കടുവയും, മാവും ഇത്തിൽക്കണ്ണിയും, നെല്ലും കളകളും, മാവും മരവാഴയും. ജീവിബന്ധങ്ങളുടെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. ആണ് നമുക്ക് കംപ്ലീറ്റ്. എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, ജീവിബന്ധങ്ങൾ. പ്രിഡേഷൻ ഏതൊക്കെയാണ്? ബെനിഫിഷ്യൽ ടു ഓൺ ബട്ട് ഹാർംഫുൾ ടു ദ അതർ. പ്രേ ബിക്കംസ് ദ ഫുഡ് ഓഫ് ദ പ്രെഡേറ്റർ. ആദ്യത്തത് പ്രെഡേറ്റർ, ഇരപിടുത്തം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. ഒന്ന് ഗുണകരം മറ്റൊന്നിന് ദോഷകരം. ഇരപിടിയന് ഗുണകരമാകുന്നു. നമുക്ക് എക്സാമ്പിൾ ഏതാ? ഡീർ ആൻഡ് ടൈഗർ. മാനും കടുവയും എലിയും പൂച്ചയും ആണല്ലോ. ഇതില് ഒന്നിന് ഗുണകരം എന്ന് പറഞ്ഞാൽ കടുവയ്ക്ക് ഗുണകരം, മറ്റേതിന് ദോഷകരം എന്ന് പറഞ്ഞാൽ മാനിന്റെ വംശത്തിൽ നിന്ന് കുറയും. ഇരപിടിയന്മാർക്ക് ഭക്ഷണമാകുകയും ചെയ്യുന്നു. അടുത്ത് പാരാസിറ്റിസം, പരാദജീവനം. നോക്ക്. ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഹാർംഫുൾ ടു ദ അതർ. ദ പാരാസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഫോർ ന്യൂട്രീഷൻ. അപ്പോൾ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. സെയിം തന്നെ.
പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. മാവും ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണി അതിന്റെ പോഷണത്തിന് വേണ്ടി മാവിനെ ആശ്രയിക്കുന്നു. മാവിൽ നിന്ന് ന്യൂട്രിയൻസ് ആണ് അത് വലിച്ചെടുക്കുന്നത്. ഓക്കെ, അടുത്ത കോമ്പറ്റീഷൻ. harmful to both in the beginning, then beneficial to one who wins. harmful to both in the beginning, then beneficial to the one who wins. എന്താണ്? തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവയ്ക്കും ഗുണകരം. പാഡി ആൻഡ് വീഡ്സ്, നെല്ലും കളകളും അതിന് എക്സാമ്പിൾ പറയാം. അടുത്ത് മുറ്റാലിസം, മ്യൂച്വലിസം, ബെനിഫിഷ്യൽ ടു ബോത്ത് ദ ഓർഗാനിസം, രണ്ടു ജീവികൾക്കും ഗുണകരം. പൂവും പൂമ്പാറ്റയും, രണ്ട് ജീവികൾക്കും ഗുണകരം എന്ന് പറയാം. പൂവിൻ്റെ പരാഗണം നടക്കുകയും പിന്നെ പൂമ്പാറ്റയ്ക്ക് തേൻ കുടിക്കുകയും തേൻ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഗുണകരമാണ്. അടുത്ത് കമൻസലിസം, ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നെയ്തർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദ അതർ. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. മാവും മരവാഴയും. മരവാഴയ്ക്ക് ഗുണകരം, ഒന്നിനും മാവിന് ദോഷമൊന്നും അല്ല. ഇതെന്തോന്നാണ്? എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസിൽ വരുന്നതാണ്. അടുത്ത് നോക്കൂ, ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ്, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഫോറസ്റ്റ്, വനം, ഓഷൻ, സമുദ്രം, ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, തുന്ദ്ര റീജിയൻസ്, അടുത്ത് വെറ്റ് ലാൻഡ്, തണ്ണീർത്തടം, ഡെസർട്ട്, മരുഭൂമി. ഇത്രയും തന്നിട്ടുണ്ട്. നോക്കൂ, ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് ആൾ ദ ഡൈവേഴ്സ് ഓർഗാനിസം ദാറ്റ് ഇൻഹാബിറ്റ് ദ എർത്ത് അലോങ് വിത്ത് ദെയർ എക്കോസിസ്റ്റം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തോആണ്? ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ ചേരുന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നോക്കി അറിയാം, ഓരോ ആവാസ വ്യവസ്ഥയാണ്. ഇതിൽ ഓരോന്നിലും എന്തോരം ജീവജാലങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അത് ബയോഡൈവേഴ്സിറ്റി includes all the diverse organisms that inhabit the earth along with their ecosystem. Biodiversity includes various levels like ecosystem diversity, species diversity and genetic diversity. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷ്യസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടും. ഏതൊക്കെ വരും? ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഏതൊക്കെ? ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷ്യസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജീവമണ്ഡലത്തിലെ the term which denotes the richness of the biosphere was first used by the British environmentalist Walter G. Rosen in 1985. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? 1985 വാട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന പദം ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പദം യൂസ് ചെയ്ത ആരാണ്? വാട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ആരാണ്? വാട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് എൻവയോൺമെന്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്തെന്ന് മനസ്സിലായ? ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് ആൾ ദ ഡൈവേഴ്സ് ഓർഗാനിസം ദാറ്റ് ഇൻഹാബിറ്റ്സ് ദ എർത്ത് അലോങ് വിത്ത് ദെയർ എക്കോസിസ്റ്റം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവജാലങ്ങളും ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഏതൊക്കെ? ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷ്യസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം.
ഈ വേർഡ് കണ്ടുപിടിച്ചതാരാണ്? വാൾട്ടർ ജി റോസൺ 1985. ഓക്കെ, അടുത്ത് നോക്കാം. ആർ ആൾ എക്കോസിസ്റ്റം എലൈക്ക് ഇൻ ബയോഡൈവേഴ്സിറ്റി? എല്ലാ ആവാസ വ്യവസ്ഥകളും ജൈവ സമ്പന്നതയിൽ ഒരേപോലെയാണോ? നോ. എല്ലാ ആവാസ വ്യവസ്ഥകളും ജൈവ സമ്പന്നതയിൽ ഒരേപോലെ അല്ല. ആർ ആൾ ഓർഗാനിസം സീൻ ഇൻ ആൻ എക്കോസിസ്റ്റം ആൾസോ സീൻ ഇൻ അനദർ എക്കോസിസ്റ്റം? ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാ ജീവികളും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കിപ്പം എടുക്കാം, ഫോറസ്റ്റ് എടുക്കുവാണെങ്കിലും ഇപ്പം വാട്ടർ ഒരു പോണ്ട് എടുത്താലും അതിലുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് രണ്ടിലും വ്യത്യാസമാണ്. അത് കണക്ക് ഫോറസ്റ്റിൽ കാണുന്ന വൃക്ഷങ്ങൾ, ചെടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല നമുക്ക് പോണ്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൾ ദ ഓർഗാനിസം സീൻ ഇൻ എക്കോസിസ്റ്റം ആർ നോട്ട് സീൻ ഇൻ അനദർ എക്കോസിസ്റ്റം. ഒരേ ആവാസ വ്യവസ്ഥയിലെ ജീവികളുടെ വിതരണം ആവാസ വ്യവസ്ഥയിലെ മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാ ജീവികളും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രൊട്ടക്ടിങ് നാച്ചുറൽ എക്കോസിസ്റ്റം? എന്താണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത? എന്താണ് പ്രൊട്ടക്ടിങ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഇൻ ദ എൻവയോൺമെന്റ്. ഇഫ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം ഗെറ്റ് ഡെസ്ട്രോയ്ഡ് there will be simultaneous destruction of biodiversity. It will cause huge impact to the environment. എന്താണ് ആവാസ വ്യവസ്ഥകൾ ജൈവസമ്പന്നമായ പ്രദേശമാണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ ജൈവ വൈവിധ്യവും നശിക്കും. അത് ഭൂമിയുടെ നാശത്തിന് വഴിതെളിക്കും. അതിനാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, മനസ്സിലായ? പ്രൊട്ടക്ടിങ് ദ നാച്ചുറൽ ecosystem is essential for maintaining the balance in the enriched environment. എന്താണ് protecting the natural ecosystem is essential for maintaining the balance in the environment. ആവാസ വ്യവസ്ഥകൾ ജൈവസമ്പന്നമായ പ്രദേശമാണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ ജൈവ വൈവിധ്യവും നശിക്കും. അത് നമ്മുടെ ഭൂമിയുടെ നാശത്തിന് കാരണമാകും. അതിനാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, ഇഫ് ദ നാച്ചുറൽ ecosystem gets destroyed there will be simultaneous destruction of biodiversity. It will cause huge impact to the environment. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം. What are the benefits of the conserving biodiversity? In order to understand it, we must identify the services provided by biodiversity. Observe the illustration given below. On the basis of the illustration, prepare a note on the need for conserving biodiversity. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയണം. ചുവടെ തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കുക, ബയോഡൈവേഴ്സിറ്റി സർവീസസ്. ബയോഡൈവേഴ്സിറ്റി സർവീസസ്, ജൈവ വൈവിധ്യ സേവനങ്ങൾ. നോക്കാം, ആദ്യത്തെ ഒന്ന് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, ഫുഡ്, മെഡിസിൻസ്, ഫ്യൂവൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അവശ്യ വസ്തുക്കളുടെ ലഭ്യത. ഇതൊക്കെയാണ് ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ. അടുത്ത് എക്കോളജിക്കൽ സർവീസസ്, പാരിസ്ഥിതിക സേവനങ്ങൾ. ഏതൊക്കെയാണ്? സോയിൽ ഫോർമേഷൻ, മണ്ണ് രൂപീകരണം, പ്രിവെൻഷൻ ഓഫ് സോയിൽ എറേഷൻ, മണ്ണൊലിപ്പ് തടയൽ, O2 to CO2 ബാലൻസ്, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സന്തുലനം, അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, ശുദ്ധജല ലഭ്യത, കൺട്രോൾ ഓഫ് ഫ്ലഡ്, വെള്ളപ്പൊക്ക നിയന്ത്രണം, ക്ലൈമറ്റ് കൺട്രോൾ, കാലാവസ്ഥാ നിയന്ത്രണം. ഇതൊക്കെ എന്തോന്നാണ്? പാരിസ്ഥിതിക സേവനങ്ങളാണ്, എക്കോളജിക്കൽ സർവീസസ് ആണ്. അടുത്ത ആക്സിലറി സർവീസസ്. നോക്ക്, സഹായ സേവനങ്ങൾ എന്ന് പറയുന്നത്
ന്യൂട്രിയന്റ് സൈക്ലിംഗ്, പോളിനേഷൻ, ബയോളജിക്കൽ കൺട്രോൾ, സീഡ് ഡിസ്പേഴ്സൽ. എന്തൊക്കെയാണ്? പോഷക ചക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം. അടുത്ത് കൾച്ചറൽ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ്? സാംസ്കാരിക സേവനങ്ങളിൽ വരുന്നത് സൗന്ദര്യാസ്വാദനം, എസ്തറ്റിക്സ്, പിന്നെന്തോന്നാണ്, റിക്രിയേഷൻസ്, സ്റ്റഡി, റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസ്, വിനോദങ്ങൾ, പഠന, ആചാരാനുഷ്ഠാനങ്ങൾ. ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റി സർവീസസ് ആണ്, ജൈവ വൈവിധ്യ സേവനങ്ങളാണ് ഇതെല്ലാം. അടുത്ത ബയോഡൈവേഴ്സിറ്റി ഡിപ്ലഷൻ, ജൈവ വൈവിധ്യ ശോഷണം. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ബയോഡൈവേഴ്സിറ്റി അറൗണ്ട് അസ്? നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മമായ ഒരു നിരീക്ഷണം ആവശ്യമാണ്. കീൻ ഒബ്സർവേഷൻ ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബേർഡ്സ് ആർ ഫൗണ്ട് എവരിവെയർ. എല്ലാ പ്രദേശത്തും കാണപ്പെടുന്നതാണ് എന്തോന്നാണ്? പക്ഷികൾ. ബേർഡ്സ് ഫാൾ ഈസി വിക്ടിം ടു ചേഞ്ച് ഇൻ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗമാണ് പക്ഷികളെന്ന് പറയുന്നത്. ലെറ്റ് us observe the bird and around us to understand the present status of biodiversity. നമ്മുടെ പ്രദേശത്തെ പക്ഷികളെ നിരീക്ഷിച്ചിട്ട് അതുവഴി ജൈവ വൈവിധ്യത്തിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് ബേർഡ് വാച്ചിങ് ഈസ് ആൾസോ ആൻ interestingly scientific hobby. You can refer to book or internet to identify unfamiliar birds. കൗതുകകരമായ ശാസ്ത്രീയ വിനോദം കൂടിയാണ് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്. പരിചിതമല്ലാത്തവയെ തിരിച്ചറിയാൻ പുസ്തകങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും സഹായം തേടാം. നിരീക്ഷിക്കുന്ന പക്ഷികളുടെ ബാഹ്യഘടനയിലെ സ്വഭാവങ്ങളിലെയും സവിശേഷതകളൊക്കെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ പക്ഷികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ വിവിധ പക്ഷികളെന്നും പറഞ്ഞിട്ട് കുറച്ച് പക്ഷികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അവർ സറൗണ്ടിങ്സ് വെയർ ഓൺസ് റിച്ച് വിത്ത് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ബേർഡ്സ് ലൈക്ക് ദീസ്. ഇതുപോലെ ധാരാളം പക്ഷികളാൽ സമ്പന്നമാണ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത്. ഹാസ് ദെയർ ബീൻ എനി ചേഞ്ച് ഇൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്? ഇത് നിങ്ങളുടെ പ്രദേശത്തെ പക്ഷികളുടെ വൈവിധ്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ്. കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് സ്കെയിൽ ഡെസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വസ്തുക്കളുടെ വൻതോതിലുള്ള ശിഥിലീകരണം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, കൃഷിയിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന രാസവസ്തുക്കൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചർച്ച ചെയ്ത് നിഗമനത്തിലെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ലാർജ് സ്കെയിൽ ഡെസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റംസ്. Birds are primarily the victim of changes occurring in the ecosystem. Overexploitation of the natural ecosystem. Birds are primarily the victims of changes occurring in the ecosystem. Overexploitation of natural resources. The unwise inferences of human beings destroys our ecosystem with rich biodiversity. If adversely affect the bird diversity in our locality, many species of birds disappeared due to the habitat loss. The pesticides like DDT, endosulfan used in agricultural field kills or drives away the birds that come in search of food. അപ്പോൾ പക്ഷികൾ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്നു. മനുഷ്യന്റെ വിവേകപൂർവമല്ലാത്ത ഇടപെടലുകൾ നമ്മുടെ ജൈവ വൈവിധ്യ സമ്പന്നമായ ആവാസ വ്യവസ്ഥകളെ ശിഥിലമാക്കുന്നു. മഞ്ഞ് നമ്മുടെ പ്രദേശത്തെ പക്ഷികളുടെ വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ആവാസനാശം കാരണം മുൻപ് കണ്ടിരുന്ന പലയിനം പക്ഷികളെയും ഇപ്പോൾ കാണാതായിരിക്കുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന DDT, എൻഡോസൾഫാൻ തുടങ്ങിയ നൂറുകണക്കിന് രാസവസ്തുക്കൾ തീറ്റ തേടി എത്തുന്ന പക്ഷികളെ കൊന്നൊടുക്കുകയും ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മുടെ തന്നെ പല പ്രവർത്തനങ്ങളും പക്ഷികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നാശത്തിന് പല കാരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.